കോതമംഗലം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. അവിടെ കുറേ അധികം ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരോടൊക്കെ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയെന്ന് കോതമംഗലത്ത് നിന്ന് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നു. പ്ലാച്ചേരിയിൽ നിന്ന് വിനീത വിജയ് തത്സമയം ചേരുകയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി. വിനീത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. യഥാർത്ഥത്തിൽ നാട്ടുകാരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കിണറിന്റെ മുകൾ ഭാഗത്തേക്കായാണ് നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ കിണറിനുള്ളിലാണ് ഇപ്പോഴും ആനയുള്ളത്. ഇതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മണ്ണിടിഞ്ഞാവാം അത് രാത്രികാലത്ത് ഇവിടെ വരുകയും മണ്ണിടിഞ്ഞാവാം അത് ഉള്ളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അത് പുറത്തേക്ക് കടക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ആനയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വിഫലമാണ്. ഇതിനെ കൂടുതൽ ശക്തമായി ഇടിക്കുമ്പോൾ ഈ പരിസരത്തുള്ള ഈ ചുറ്റുമുള്ള മണ്ണ് അത് കൂടുതൽ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴാനൊക്കെ ഒരു സാധ്യതയുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ച് പിറകോട്ട് മാറി നിൽക്കൂ. തീർച്ചയായും നാട്ടുകാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആശങ്കകൾ ഉൾപ്പെടെയുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാട്ടാന ശല്യമൊക്കെ അവർ നിരന്തരം അനുഭവിക്കുന്നവരാണ്. അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ആവശ്യം. എന്നാൽ ഇവർ പിരിഞ്ഞു പോകണമെന്നൊക്കെയാണ് അല്പസമയം മുൻപ് പോലീസ് ഇവിടെ നിന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പോകാൻ കഴിയില്ല എന്നൊക്കെ അവർ തിരിച്ചു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നാട്ടുകാർ അവരിവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ചേട്ടാ, എന്താണ് ഇനിയിപ്പം തുടർ നടപടികൾ എന്താണ്? ഏതാണ്ട് പുലർച്ചയോടുകൂടി വീണ ആനയാണ്. ഇത് കോട്ടപ്പടി വനമേഖലയിൽ മൊത്തത്തിൽ ഒരു ആനശല്യമാണോ ഉള്ളത്. പക്ഷേ ഇവിടെ യാതൊരു നടപടികളും സ്വീകരിക്കില്ല എന്നാണ് അറിയണത്. പക്ഷേ ഇവിടെ വന്ന് ഈ കുടിവെള്ളം വരെ മുട്ടിച്ചേക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാവരോടും പിരിഞ്ഞു പോകണമെന്നാണ് പോലീസ് പറഞ്ഞത്. അത് ഒരിക്കലും നടക്കില്ലല്ലോ. കാരണം ഇത്ര ജനങ്ങൾ രോഷാവരമായിട്ട് നടക്കുന്ന സമയത്ത് പോലീസുകാരോട് വന്നിട്ട് പിരിഞ്ഞു പോകാൻ നടക്കുന്നത് ആരും അനുസരിക്കില്ല. അത് ഭയങ്കര ഒരു ലഹളയിലേക്ക് പോകുള്ളൂ. കൂടുതൽ പ്രതിഷേധത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. ഭയങ്കരമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നാട്ടിൽ ഉള്ളത്. പക്ഷേ ഇവിടെ ആർക്കും രാത്രി കാലങ്ങളിൽ പോലും പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നെല്ലാവരും ഇവിടെ പരാതി പറയുന്നത്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആനയുടെ ശല്യം അത് ഈ ഒരു മേഖലയിൽ വളരെ കൂടുതലുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ പ്രദേശവാസികളൊക്കെ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ചേട്ടാ, പുലർച്ചയോടുകൂടി വീണ ആനയാണ്. ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായിട്ടുള്ള സ്ഥലമാണ്. സ്ഥിരമായിട്ട് വരുന്നുണ്ട് കാട്ടാനകളെ കൂട്ടം. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുൻ പഞ്ചായത്ത് മെമ്പർ, സമീപമുള്ള പഞ്ചായത്തിന്റെ മെമ്പർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഈ ആനയുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുണ്ട്. ഇവരൊക്കെ അത് നേരിടുന്ന ആളുകൾ കൂടിയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ സമീപമുള്ള പഞ്ചായത്തിന്റെ ഈ പഞ്ചായത്ത് തൊട്ടത് അടുത്തുള്ള വാർഡാണ്. എന്റെ വാർഡിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. വന്യമൃഗങ്ങൾ വനത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ നഗ്ന സത്യമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. നാട്ടുകാരൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോകും. ഈ കാണായ ജനങ്ങൾ മുഴുവൻ ഈ തൊട്ടടുത്ത് തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണിത്. ഡെയിലി ഇവിടെ ഇങ്ങനെ മൃഗങ്ങൾ കയറി ഇറങ്ങാണ്. ആന കൊണ്ട് വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്നാണ് നമുക്ക് സാധിക്കുന്നില്ല. ഇവിടുന്ന് എല്ലാവരും മാറണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ആളുകൾ മാറി നിൽക്കുന്നത് ഇവിടെ ഒരു രീതിയിലും ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ യാതൊരു തടസ്സം ഉണ്ടാക്കില്ല. ഞങ്ങൾക്ക് ഇവിടെ ആവശ്യങ്ങൾ നടക്കണം. ജനങ്ങളാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ ആവശ്യം അതായത് ഈ കിണർ ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് വെള്ളം, ഇനിയിപ്പോ ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇവിടെ വെള്ളത്തിന് വളരെയേറെ പ്രതിസന്ധിയുള്ള ഒരു സ്ഥലമാണിത്. 10-20 വീട്ടുകാർ ഇതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാണ്. ഇതിങ്ങനെ കാണിച്ച് ഇവർ ആനയെ എടുത്തുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ എന്ത് ചെയ്യും? ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത. ഇപ്പൊ നിങ്ങൾക്ക് കാണാലോ ഈ ആന കാണിക്കുന്നത് എന്താണെന്ന്. വന്യമൃഗമാണത്. ദൃശ്യതയുണ്ടായിരുന്നു. നമ്മൾ പോവുകയാണെങ്കിൽ ആന അത് ഉള്ളിൽ നിന്ന് ചിഹ്നം വിളിക്കുന്നുണ്ട്. അതിന്റെ ശബ്ദം നമുക്ക് ഈ പാവപ്പെട്ട മനുഷ്യർ ഇവിടെ ജീവിക്കുന്നത് ഒരു ഭരണ സംവിധാനവും ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള നഗ്ന സത്യമാണ്. 8 വർഷമായി ഞാൻ ഇതിനു വേണ്ടിയിട്ട് സർക്കാരിന്റെ മുമ്പിൽ എല്ലാ രീതിയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പർ കൂടിയാണ്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ. ഒപ്പം തന്നെ ഈ ആന അത് ഈ കിണറിനുള്ളിൽ തന്നെയാണുള്ളത്. അത് അവിടെ നിന്ന് ചിഹ്നം വിളിക്കുന്നുണ്ട്. അത് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ശക്തമായി അത് ഒരു ഭാഗത്തേക്ക് ആഞ്ഞ് ഇടിക്കുന്നുണ്ട്. ആ ഭാഗത്തെ മണ്ണ് ഇപ്പോൾ ഇളകി അത് വീണ്ടും വീഴുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അത് പരമാവധി ശ്രമിക്കുന്നുണ്ട് പുറത്തേക്ക് കടക്കുന്നതിന് മറ്റുമായി. അതിന്റെ ഒരു ഫലമെന്ന രീതിയിൽ കൊമ്പുകൊണ്ട് ആ മണ്ണ് കുത്തി ഇളക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഏതാണ്ട് 2 മണിയോടുകൂടി വീണ ആനയാണ്. ഈ ആന പുറത്തേക്ക് കടക്കുന്നതിനുള്ള പരിശ്രമങ്ങളൊക്കെ ആനയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ വിഫലമാണ്. അതിന്റെ ഒരു ഫലമായ തല മുറിഞ്ഞിട്ടുണ്ട് ആനയുടെ. ഒപ്പം
ഒപ്പം തന്നെ പുറഭാഗത്ത് ചെറിയ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. ഇത് ഈ ചെളിയൊക്കെ നിറഞ്ഞൊരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ ആന കൂടുതലായി ശക്തമായി ഇടിക്കുമ്പോൾ ഈ നിൽക്കുന്ന മേഖലയിലുള്ള മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ്ടും ഉള്ളിലേക്ക് വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ നാട്ടുകാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഉൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട്. ഇപ്പോൾ ആ ആന ഈ ഇടിക്കുന്ന ഭാഗത്തേക്കുള്ള നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് തുമ്പിക്കൈ കൊണ്ട് ആ സമീപത്തെ മണ്ണ് ഇടിച്ച് പുറത്തേക്ക് ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നു. വീണ്ടും വീണ്ടും കൂടുതൽ മണ്ണ് ഇടിഞ്ഞ് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. കടക്കുന്നതിനുള്ള ശ്രമമാണ് ഈ നടത്തുന്നത്. തുമ്പിക്കൈ ഉപയോഗിച്ച് സമീപമുള്ള ആ കിണർ കൂടുതൽ വലുതാക്കാനുള്ള ആ തിട്ട പൊളിക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ് ആന ഇപ്പോൾ നടത്തുന്നത്. പക്ഷെ ആ ശ്രമമൊക്കെ വിഫലമാവുന്നുണ്ട്. ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരനെന്നാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. ഒരു ഭാഗത്ത് മണ്ണിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത് വിഫലമായതിനെ തുടർന്ന് അതിപ്പോൾ മറുവശത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വീണ്ടും വീണ്ടും ആ മറുവശത്തേക്ക് അതേ സ്ഥലത്തേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകുന്നു. തല കൊണ്ട് കൊമ്പ് കൊണ്ട് വീണ്ടും ആ മണ്ണ് ഇടിച്ച് കൂടുതൽ ആ തിട്ട ഒന്ന് ഇളക്കാൻ ഒരു ശ്രമമാണ് ആന നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ ഫലം അത് വിഫലമാണ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശക്തമായി ആഞ്ഞിടിക്കുന്നത് കാരണം അതിന്റെ തുമ്പിക്കൈന്റെ മുകൾ ഭാഗത്തേക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് മണ്ണ് ഇതാ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ മണ്ണ് ആ ഭാഗത്ത് നിന്ന് ഇടിഞ്ഞ് വീണ്ടും വെള്ളത്തിലേക്ക് വീഴുകയാണ്. ആ തിട്ട പൊട്ടിക്കാനുള്ളൊരു ശ്രമമാണ് ആനയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഏതാണ്ട് 2 മണിയോടുകൂടി വീണ ആനയാണ്. അത് ഇത്രയും സമയം വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. ഇതിനിടയിൽ ചെറിയ ചില പരിശ്രമങ്ങൾ ആന നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എല്ലാവരും മാറി പോകണമെന്നൊരു നിർദ്ദേശമാണ് പോലീസ് നൽകുന്നത്. ഒരുപക്ഷെ കൂടുതൽ മണ്ണ് ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആനയ്ക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയുമോ എന്നൊരു സംശയം നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം വലിയ ആഴമുള്ള കുളമാണ്, ഒരു വലിയ കിണറാണ്. ഏതാണ്ട് 12ഓളം കുടുംബങ്ങൾ ഈ കിണറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കത് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത് ആന അത് കൂടുതൽ ആ ഭാഗത്തേക്കുള്ള കൂടുതൽ മണ്ണ്, കാരണം ഈ ഒരു മേഖലയിലാണ് ഒരു അല്പം മറ്റു ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖല ഒരു അല്പം മണ്ണ് കൂടി നിറഞ്ഞൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കൂടുതൽ ശക്തമായി ഇടിക്കുമ്പോൾ ഒരുപക്ഷെ ആ തിട്ട അതൊന്ന് അല്പം താരാനും പുറത്തേക്ക് കടക്കാനുമുള്ള കഴിയുമെന്ന് അത് കരുതുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ കൂടുതൽ ശക്തമായി ആഞ്ഞിടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പുറത്തേക്ക് കടക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ്, അതിനുള്ളൊരു പരിശ്രമം നടത്തുകയാണ്. ഏതാണ്ട് കൈകൊണ്ട് മുൻവശത്തെ 2 കൈകളും കൊണ്ട് അത് മണ്ണ് തള്ളി ഇടുകയാണ്. നമ്മുടെ ക്യാമറമാൻ റിജു ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വശത്തേക്ക് വരികയാണ് എങ്കിൽ ആ കൊമ്പ് കൊണ്ട് ആന ആ മണ്ണ് ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുകയാണ്. അത് വിഫലമായതിനെ തുടർന്ന് ഒരു അല്പസമയം ഇപ്പോൾ വീണ്ടും ഇതാ വെള്ളത്തിലേക്ക് മാറി നിൽക്കുകയാണ്. നേരത്തെ ഇതിപ്പോൾ പിൻകാലുകൊണ്ട് പുറകുവശം കൊണ്ട് ആദ്യം ഇടിച്ചിട്ട ആ ഭാഗം, ആ ചെളിയും മണ്ണുമൊക്കെ നിറഞ്ഞ ആ ഭാഗം, അത് പിൻഭാഗം കൊണ്ട് ഒരു അല്പം കൂടി ആഞ്ഞ് ശക്തമായി ഇടിക്കാനുള്ളൊരു ശ്രമമാണ് ഈ ഘട്ടത്തിൽ ആന നടത്തുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ പിൻകാലുകൊണ്ട് അത് പുറകിലേക്ക് ആഞ്ഞ് തള്ളുകയാണ്. നേരത്തെയൊക്കെ തന്നെ ഇത്തരത്തിലേക്കുള്ള ശ്രമങ്ങൾ ആനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിലും ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമായിരുന്നു. ഇപ്പോൾ ഇതാ കൂടുതൽ ശക്തമായി പുറകുവശം കൊണ്ട് ആ മണ്ണ് ഇടിച്ച് തള്ളി അത് ആ തിട്ട പൊട്ടിക്കാനുള്ള ശ്രമമാണ് ആനയുടെ ഭാഗത്ത് നടക്കുന്നത്. ഏതാണ്ട് 2 മണിയോടുകൂടി വീണ ആനയാണ്. ഒരുപക്ഷെ ഇത്രയും നേരം അതിങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. മറ്റ് പരിശ്രമങ്ങളോ അല്ലെങ്കിൽ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ തന്നെ ആവാം ഒരു സ്വയം രക്ഷ എന്ന നിലയിലേക്ക് കൂടി വേണം അത് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു സ്വയം രക്ഷാ പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുന്ന കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കൊമ്പുകൊണ്ട് ആദ്യം ആ മണ്ണുള്ള ഭാഗം ഇടിച്ച് വെള്ളത്തിലേക്ക് ഇടുന്നു. അതൊരല്പം ആ മണ്ണ് തിട്ട വലുതായതിനു ശേഷം മുൻ കൈ കൊണ്ട് വീണ്ടും ആ മണ്ണിളക്കി വെള്ളത്തിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഇതാ അത് കൂടുതൽ വലുതാക്കുന്നതിന്റെ മറ്റും ഭാഗമായി ആ പുറം വശം കൊണ്ട് ഇടിച്ച് അതിപ്പോൾ തിട്ട വലുതാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പോലീസൊക്കെ ഈ മേഖലയിലേക്കുണ്ട്. എന്താണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? DF ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു വശത്തേക്ക് ഈ ആനയുടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആന ഇപ്പോൾ ആ മണ്ണ് ഇടിച്ചിടുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള നാട്ടുകാരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറി പോകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് കൂടുതൽ മണ്ണ് ആ ഭാഗങ്ങളിൽ നിന്ന് ഇടിഞ്ഞ് ആ വെള്ളത്തിലേക്ക് വീഴാനുള്ളൊരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഒരു പുറം ഭാഗത്തിന്റെ തന്നെ പകുതിയോളം ഇപ്പോൾ ആ തിട്ടയ്ക്കുള്ളിലേക്ക് പോയിരിക്കുകയാണ്. കൂടുതൽ മണ്ണിടിഞ്ഞ് വീഴുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന് രക്ഷപ്പെട്ട് പുറത്തേക്ക് കടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരിക്കാം ഒരുപക്ഷെ ആ മൃഗത്തിനുള്ളത്, ആനയ്ക്കുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാ വീണ്ടും വീണ്ടും തലയുടെ മുൻവശം കൊണ്ട് ആ മണ്ണ് ഇടിച്ച് ആ തിട്ട വലുതാക്കാൻ ശ്രമിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരം ചില ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും
ആദ്യഘട്ടത്തിൽ ഇത്തരം ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അത് വിഫലമായി. അതിനെ തുടർന്നാണ് വീണ്ടും ഒരു അല്പസമയം വെള്ളത്തിലേക്ക് ആന മാറിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതാ കൂടുതൽ ശക്തിയായി മുന്നിലേക്ക് പോയിരിക്കുകയാണ്. തുമ്പിക്കൈ കൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ തുമ്പിക്കൈ കൊണ്ട് കൂടുതൽ മണ്ണ് ഇളക്കിയിടാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും പുറകുവശം കൊണ്ട് നമുക്കൊരു നീക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് പുറകുവശം കൊണ്ട് വീണ്ടും ആ ഉള്ളിലേക്ക് ആ തിട്ടയ്ക്കുള്ളിലേക്ക് കടക്കുകയാണ്. അത് കൂടുതൽ ശക്തമായി പിൻകാൽ കൂടുതൽ ശക്തമായി ഉള്ളിലേക്ക് ആഞ്ഞിടിച്ചുകൊണ്ട് ആ മണ്ണ് അത് കൂടുതൽ വെള്ളത്തിലേക്ക് മറിച്ചിടുന്നതിനുള്ളൊരു ശ്രമം കൂടിയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വശത്ത് തുമ്പിക്കൈ കൊണ്ട് തടഞ്ഞു നിർത്തി പിൻകാലുകൾ കൊണ്ട് ആ തിട്ടയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ കൂടുതൽ ശക്തമായി ആഞ്ഞ മർദ്ദം കൊടുക്കുകയാണ്. ആ ഭാഗത്തേക്കുള്ള കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ഒരുപക്ഷെ പുറത്തേക്ക് കടക്കാൻ കഴിയുന്ന പ്രതീക്ഷ കൂടിയാണത്. െന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ്, DFO, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ശക്തമായി ആന ആ മണ്ണ് അത് ഇടുന്നുണ്ട്. ആ ഒരു ഭാഗം ഏതാണ്ട് പിൻഭാഗം പൂർണ്ണമായും ആ മൺതിട്ടയ്ക്കുള്ളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ആ ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. SKനൊപ്പം തന്നെ ആ ഒരു ഫലം ഇത് എത്രത്തോളം അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു ചില ആശങ്ക കൂടിയുണ്ട്. കാരണം ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഈ മണ്ണിന് ഒരു ഇത്രയും മണ്ണ് നിറഞ്ഞ ചെളി നിറഞ്ഞൊരു ഭാഗമുള്ളത്. പക്ഷെ അതിന്റെ മറ്റു ഭാഗത്തേക്കൊക്കെ തന്നെ ശക്തമായ കൽക്കെട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ശക്തമായി ഇടിച്ചാൽ ഒരുപക്ഷെ ആ തിട്ട വീണ് അതിന് പുറത്തേക്ക് കടക്കാൻ കഴിയുമെന്നൊക്കെയുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവസാന നിമിഷവും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ആനയുള്ളതെന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇതാ പിൻവശം കൊണ്ട് ഇടിച്ചതിന് ശേഷം വീണ്ടും മുൻവശം കൊണ്ട് വീണ്ടും ആ കൊമ്പ് കൊണ്ട് കുത്തി കൂടുതൽ മണ്ണ് ഇളക്കുന്നതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഈ ഒരു രീതിയിലാണ്, അതായത് മുൻവശം നിന്ന് കൊമ്പ് കൊണ്ട് മണ്ണ് ഇളക്കുന്നു, പിന്നീട് അത് കൂടുതൽ ശക്തമായി കൂടുതൽ മണ്ണ് വീണ്ടും ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഇതിനുശേഷം വീണ്ടും പിൻവശം കൊണ്ട് പിൻകാലുകൾ കൊണ്ട് വീണ്ടും ആഴത്തിൽ ശക്തമായി വീണ്ടും ഇടിച്ച് ഒരു തിട്ട കൂടുതൽ വലുതാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തേക്കുള്ള ആളുകളെ ഇവിടെ നിന്ന് നേരത്തെ നമ്മൾ കണ്ട ഭാഗത്തേക്ക് നിന്ന ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ ആന സ്വയം അത് രക്ഷപ്പെടുന്നതിനുള്ള ചില പരിശ്രമങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. പക്ഷെ അത് എത്രത്തോളം അതിന് പ്രാവർത്തികമാകും എന്നുൾപ്പെടെയുള്ള ചില സംശയങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രദേശത്തേക്കുള്ള കയർ അത് ഉദ്യോഗസ്ഥർ ചേർന്ന് അത് മാറ്റുകയാണ്. ഒരുപക്ഷെ ആനയെ രക്ഷപ്പെടുത്തുന്നതിനും മറ്റുമുള്ള ശ്രമങ്ങളുടെ കൂടി ഒരു ഫലമായിരിക്കണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിന് വിനീത, മലമ്പുഴയിൽ നിന്ന് ഒരു ആനയുടെ കഥയുണ്ട്. വിനീത, കൊച്ചിയിലെ നമ്മുടെ 24 കൊച്ചി ബ്യൂറോയിലെ ക്യാമറാമാൻ റിജു ആണ് ഈ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി കുറച്ചു നേരമായി പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.